നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും വേനൽ മഴ ലഭ്യമായതോടെ ഒരു വിഭാഗം വ്യവസായികൾ റബ്ബർ വിപണിയിൽ നിന്നും അല്പം പിൻവലിഞ്ഞത് മൂലം വിവിധ ഇനം ഷീറ്റ് വില സ്റ്റഡിയായി നീങ്ങി. തുടർ മഴ ലഭ്യമായാൽ മാത്രം 3 മാസം മുൻപ് നിർത്തിവെച്ച ടാപ്പിംഗ് പുനരാരംഭിക്കാനാവൂ. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് ഷീറ്റ് വില കിലോ 249 രൂപ. ഏഷ്യയിലെ പ്രമുഖ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ റബ്ബർ മികവിലാണ്. ഏലയ്ക്ക ലേലത്തിൽ കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യവസായികളും ചരക്ക് ശേഖരിക്കാൻ ഉത്സാഹിക്കുന്നത് മെച്ചപ്പെട്ട വിലയ്ക്ക് വഴിയൊരുക്കി. ശരാശരി ഇനങ്ങൾ കിലോ 2500 രൂപയിലേക്ക് അടുത്തു. വലിപ്പം കൂടിയ ഇനങ്ങളുടെ വരവ് ചുരുങ്ങിയതിനാൽ കയറ്റുമതിക്കാർ കൂടിയ വിലയ്ക്ക് ഏലയ്ക്ക ശേഖരിക്കുന്നുണ്ട്. കൊപ്രയുടെ വില തകർച്ച രൂക്ഷം. 3 ദിവസത്തിനിടെ 900 രൂപയുടെ ഇടിവ്. ഏലത്തിന് നേട്ടം. കയറ്റുമതി മേഖലയിൽ നിന്നും നാളികേരത്തിൻ്റെ ആവശ്യക്കാർ കുറഞ്ഞത് വ്യാപാര രംഗത്ത് മ്ലാനത പരത്തി. പശ്ചിമേഷ്യൻ സംഘർഷിതാവസ്ഥ തുടരുന്നതിനാൽ നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ചുരുങ്ങിയത് വ്യവസായികളെ പച്ചത്തേങ്ങ അടക്കമുള്ളവയുടെ വാങ്ങലുകളിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഇതിനിടയിൽ തമിഴ്നാട്ടിലെ വൻകിട തോട്ടങ്ങളും മധ്യവർത്തികളും കൊപ്ര ഉയർന്ന അളവിൽ വിൽപ്പനയ്ക്ക് ഇറക്കുന്നുണ്ടെങ്കിലും വാങ്ങലുകാരായി കൊപ്രയാട്ട് മില്ലുകാർ മാത്രമായി ഒതുങ്ങിയത് വില തകർച്ച രൂക്ഷമാക്കി. കാങ്കയത്ത് കൊപ്രയ്ക്ക് ഇന്ന് 300 രൂപ കുറഞ്ഞു. കയറ്റുമതി മേഖലയിൽ നിന്നുള്ള ഡിമാൻഡ് മങ്ങിയതിനാൽ 3 ദിവസത്തിനിടയിൽ കൊപ്ര വില കിൻഡലിന് 900 രൂപയാണ് ഇടിഞ്ഞത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.